ചെറുകിട വ്യാപാര മേഖല. സർ, ചെറുകിട വ്യാപാര മേഖല ലോകമെമ്പാടും വലിയ പ്രതിസന്ധി നേരിടുകയാണ്. കേരളത്തിലെ വ്യാപാരി സമൂഹവും വലിയ വെല്ലുവിളികൾ നേരിടുന്നുണ്ട്. റീറ്റെയിൽ ചെയിനുകളുടെയും വലിയ ഷോപ്പിംഗ് മാളുകളുടെയും ഓൺലൈൻ വ്യാപാരത്തിൻ്റെയും കടന്നുവരവാണ് പ്രതിസന്ധിക്ക് കാരണം. നവകേരള സദസ്സുകളിലും മുഖ്യമന്ത്രിയെ നേരിട്ട് കണ്ട വ്യാപാര സമൂഹം ഈ പ്രശ്നം ഉന്നയിച്ചിരുന്നു. പരമ്പരാഗത രീതിയിൽ കച്ചവടം നടത്തുന്ന ബ്രിക്ക് ആൻഡ് മോട്ടോർ കടകൾ നേരിടുന്ന പ്രശ്നത്തിൻ്റെ കാരണം വൻകിടക്കാർക്ക് ലഭ്യമാകുന്ന വലിപ്പ നേട്ടങ്ങളും സ്കെയിൽ എക്കോണമി, പുതിയ സാങ്കേതിക വിദ്യകളുടെ ഉപയോഗവുമാണ്. ഈ പ്രശ്നത്തിൻ്റെ പരിഹാരം വലിപ്പ നേട്ടങ്ങളും ആധുനിക സങ്കേതങ്ങളുടെ സൗകര്യവും നമ്മുടെ വ്യാപാര സമൂഹത്തിന് ലഭ്യമാക്കുകയാണ്. വ്യാപാരികൾ കൂട്ടായ്മകൾ ഉണ്ടാക്കി ഒരുമിച്ച് നിന്നാൽ വലിപ്പ നേട്ടങ്ങൾ ലഭ്യമാക്കാൻ കഴിയും. ഉൽപ്പാദകരിൽ നിന്നും വലിയ അളവിൽ സാധനങ്ങൾ ഒരുമിച്ച് വാങ്ങുകയും ചരക്ക് നീക്കം, ഇൻവെൻട്രി മാനേജ്മെൻറ്റ്, കടകളിലേക്കുള്ള വിതരണത്തിൻ്റെ ലോജിസ്റ്റിക്സ് തുടങ്ങിയ കാര്യങ്ങൾ ഒരുമിച്ച് ഏറ്റെടുക്കുകയും വേണം. അതിന് സഹായകരമായ നിലയിൽ ഡിജിറ്റൽ സാങ്കേതികവിദ്യ, ആധുനിക മാനേജ്മെൻറ്റ് സങ്കേതങ്ങൾ, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്നിവ ഉപയോഗപ്പെടുത്തുകയും വേണം. സാങ്കേതിക സംവിധാനം രൂപപ്പെടുത്താൻ നമ്മുടെ സർവകലാശാലകൾക്കും മാനേജ്മെൻറ്റ് സ്ഥാപനം കഴിയും. പ്രാരംഭ ചെലവുകൾക്ക് 300 ലക്ഷം രൂപ നീക്കിവെക്കുന്നു. ചെറുകിട വ്യാപാര മേഖല സംബന്ധിച്ച് പഠിച്ച് റിപ്പോർട്ട് സമർപ്പിക്കുന്നതിനൊരു വിദഗ്ധ സമിതിയെ ചുമതലപ്പെടുത്തും.